ഹലോ ഹായ്, ദിസ് ഇസ് റോസ്മി. ഇന്ന് ഞാനൊരു റെഡി ടു ഒക്യുപ്പൈ വില്ലയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും ഇതിൻ്റെ പ്രൈസും ഒക്കെ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ലൊക്കേഷൻ വരുന്നത് സിവിൽ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ, സീപോർട്ട് റോഡിൽ നിന്ന് ജസ്റ്റ് 400 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇനി പ്രൈസിലേക്ക് വരുമ്പോൾ പ്രൈസ് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രൈസാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് റെഫർ ചെയ്യുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സഫിഷ്യൻറ്റ് കാർ പാർക്കിംഗ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു 2 കാറുണ്ട്, പിന്നെ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ എവിടെയും പാർക്ക് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ തന്നെ പാർക്ക് ചെയ്യാൻ പാകത്തിന് 3 കാർ പാർക്കിംഗ് വളരെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ വില്ലയിലേക്ക് വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഒരു ലിവിങ്, ഡൈനിങ്, കിച്ചൺ, ഒരു ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഒരു ഫാമിലി ലിവിങ് റൂം, അതേപോലെ 2 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു സ്റ്റാൻഡിങ് ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3 ബെഡ്റൂം കൂടാതെ ഒരു സ്റ്റഡി റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. സ്റ്റഡി റൂമിനോട് ചേർന്നിട്ട് ഒരു നല്ലൊരു സഫിഷ്യൻ്റ് ആയിട്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനും നമുക്കൊരു സ്റ്റഡി റൂം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിലേക്ക്, സ്മാർട്ട് സിറ്റിയിലേക്ക് പെട്ടെന്ന് പോകാനും പറ്റും, ടൗണിനോട് ആക്സസ് ഉള്ള. അതേസമയം പടമുകൾ, വാഴക്കാലിലേക്കൊക്കെ പെട്ടെന്ന് ഷോർട്ട് കട്ട്സിൽ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ശരിക്കൊരു നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈസി ആക്സസിബിലിറ്റിയാണ് ടൗണിലേക്കൊക്കെ. നല്ലൊരു അപ്രിസിയേഷൻ കിട്ടാവുന്നതും അതേപോലെ ഒരു റെൻ്റൽ വാല്യൂം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു നല്ലൊരു വില്ലയാണിത്. ഇനി ഇതേപോലെ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുമോ എന്നുള്ളത് ഡൗട്ടുമാണ് കേട്ടോ. നല്ലൊരു എലിവേഷനിൽ തീർത്തിരിക്കുന്ന 3 ബെഡ്റൂംസും അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ സ്റ്റഡി റൂമും കൂടെ ചേർത്ത് ചെയ്തിരിക്കുന്ന ഒരു റെഡി ടു ഒക്യുപ്പൈ ആയിട്ടുള്ള ഒരു നല്ലൊരു വില്ലയാണിത്. നമ്മളിപ്പോൾ ഈ കണ്ട വില്ല ശരിക്കും ഫസ്റ്റ് കോട്ട് പെയിൻറ്റിങ്ങിലാണ് നിർത്തിയിരിക്കുന്നത്. കാരണം എടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ രീതിയിൽ ഫർണിഷ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫസ്റ്റ് കോട്ട് പെയിൻറ്റിങ്ങിൽ നിർത്തിയിരിക്കുന്നത്. അതേപോലെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയുള്ള സെയിം സ്ക്വയർ ഫീറ്റ് ഏരിയ, സെയിം മോഡലിൽ ചെയ്തിരിക്കുന്ന ഒരു വില്ല ഫർണിഷ് ചെയ്ത് കസ്റ്റമർ താമസിക്കുന്ന ഒരു വീടിൻ്റെ ഒരു വിഷ്വലാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. ഇതിലൊരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ അല്ല, ഇത് ഇവർ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഓൾട്രേഷൻസ് നമ്മുടെ നേരത്തെ കാണിച്ച വില്ലയിൽ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഫർണിഷ് ചെയ്ത് കഴിയുമ്പം സെയിം സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ്, സെയിം പ്ലാനാണ്. ഫർണിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷ്വൽ ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ വില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും സൈറ്റ് കാണാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.